الرحيم ومن الأعراب من يؤمن بالله واليوم الآخر ويتخذ ما ينفق قربات عند الله وصلوات الرسول ألا إنها قربة لهم سيدخلهم الله في رحمته إن الله غفور رحيم صدق الله العلي العظيم. اللهم حبيب أشرف الخلق صلى الله عليه وسلم പരിശുദ്ധമായ മീലാദ് ഞങ്ങളെ മുതലാണല്ലേ ഒരുപാട് അവിടുത്തെ മദുഹുകൾ ചെല്ലവും അവിടുത്തെ പേരുള്ളതായ സ്വലാത്ത് ചെല്ലവും അവിടുത്തെ ജീവന ചരിത്രങ്ങൾ പഠിക്കുകയും അത് ഞങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് ഫോളോ ആക്കുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. ജീവിതത്തെ പ്രതി ഓരോ നിമിഷത്തിലും ഹബീബുൽ വറാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഒരു സത്യവിശ്വാസിയുടെ ലൈഫിൽ നടന്നുകൊണ്ട്. ഒരു സത്യവിശ്വാസി ഏതൊരു സ്വരം എടുക്കണമെങ്കിലും അവന്റെ മനസ്സിലുള്ള വിശ്വാസവും ഇതെല്ലാം സബബ് ഇതിക്കെല്ലാം കാരണകർത്തർ ഹബീബുൽ വറാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലൗലാക ലമാ ഖലഖ്തുൽ അഫ്ലാഖ്. നബിയേ, നിങ്ങളെ എങ്ങാനും ഞങ്ങൾ പടക്കവും ഉദ്ദേശിച്ചിട്ടില്ല എന്നെങ്കിൽ ഈ കാണുന്നതായ പ്രപഞ്ചവും ഈ കാണുന്നതായ സർവവും ഞങ്ങൾ പടക്കാലാത്ത നബിയെ. ഹദീസുകളിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹത്വപ്പെടുന്നവരെല്ലാം കാണും. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ മദ്ഹിച്ചണ്ട് അവിടുത്തെ പ്രകീർത്തനാക്കടെ അവിടുത്തെ പുകഴ്ന്നത് അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ്. ആ സ്വറയെടുക്കലേക്ക് ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹുൽ ബുഖാരിയിൽ പരിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനം ചെന്നവിടെ മഹാൻ ചെന്നതായിട്ട് കാണും. സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ ധാരാളമായി ചെന്നതാണ്. എത്രയോ ബൈത്തുകൾ സ്വഹാബത്തുൽ കിറാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസിൽ വെച്ചിട്ട് പാടിയതായിട്ട് കാണും. വീണ്ടും മദീനത്തെ പള്ളിക്ക് പോയെങ്കിൽ ഹബീബായ തങ്ങൾ ഉറങ്ങുന്നതായ പവിത്രമായ റൗള ശരീഫിയുടെ മുട്ട പോണ്ടെ എൻട്രൻസിന്റെ ഭാഗത്തിലെ അഹ്ലുസ് സുഫ ചെന്നിട്ട് മദീനത്തിൽ നബിതങ്ങൾക്ക് ഇൽമു പഠിച്ചതായ സഹാബിമാർ, ആ സഹാബിമാർ വെച്ചതായ പക്കവും ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പോലെയുള്ള കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു പോലെയുള്ള മഹാന്മാർ, അന്നത്തെ വലിയ വലിയ കവിമാർ ആ പരിശുദ്ധമായ ജാഗയിൽ വെച്ചിട്ട് ഹബീബായ തങ്ങളെ കൊണ്ടാടിയത്. റൗളത്തെ പില്ലറുകളിൽ റൗളത്തിൽ കടന്നുപോകുന്ന പില്ലറുകളിൽ അറബി വലിയ വലിയ അക്ഷരങ്ങളിൽ യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖാരി അഅദുഹു ഫതാബ മിൻ തീബിഹിന്നൽ ഖാഉ വൽ അഖറു ചണ്ടതായ ഒരുപാട് ഹബീബായ തങ്ങളുടെ മദ്ഹുകൾ, ഹബീബായ തങ്ങളുടെ പുകലിയതായ ബൈത്തുകൾ എഴുതി വെച്ചതായിട്ടെല്ലാം കാണും. റഈസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി തങ്ങളെ കുഞ്ഞവനോട് അല്ലാഹുമ്മ അല്ലിംഹുൽ ഖുർആൻ റബ്ബി 10 വയസ്സുള്ള എൻ്റെ ഈ ചെറിയ കിടാവ് അഥവാ എൻ്റെ കുഞ്ഞവടെ ഈ മോനു പരിശുദ്ധമായ ഖുർആനെ എല്ലാ നോളജുകൾ നീ പഠിപ്പാട്ടി കൊടുക്കുന്നു. നബി തങ്ങൾ വിശേഷമായ ആശീർവാദം കൊടുത്ത അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്
റളിയല്ലാഹു അൻഹു മഹാന്റെ പേരുള്ള വലിയൊരു പള്ളി ത്വായിഫിൽ കാണുമ്പോൾ സത്യമാവും. ത്വായിഫിലാണ് മഹാന്റെ ആഖാഫിന്റെ പള്ളിക്ക് ഒത്തുള്ള ഒരു പക്കത്തിലാണ് മഹാന്റെ മസാറ ഖബർ ശരീഫ് ഉള്ളത്. ആ മഹാൻ ചൊല്ലി ബഹുമാനപ്പെട്ടവർ കാന യുഹദ്ദിസു ദാത യൗമിൻ ഫീ ബൈതിഹി വഖായ വിലാദതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിഖൗമി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനന സമയത്തിൽ നടന്നതായ ഒരുപാട് അത്ഭുതങ്ങൾ, ഒരുപാട് വിഷയങ്ങൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് അയാൾ ഔത്തിൽ വെച്ചിട്ട് ഒരു ആൽമാറ സേർപാട്ടിട്ട് ചെന്നോണ്ടിരുന്നു. അപ്പൊ ആ ആൽമാർ ഫയസ്തബിഷൂന, ഇത് കേൾക്കുന്ന ആൽമാർ വല്ലാഹു ഖുസിയാണ്. വയഹ്മിദൂന അല്ലാഹു വയസല്ലൂന അലൈഹി സ്വലാത്തു വസ്സലാം. ആ കേട്ട ആൽമാർ അൽഹംദുലില്ലാഹ് ആ നബിയുടെ ഉമ്മത്തിന് ആയിപ്പോയ ആ നബിയുടെ പിന്നെ അൻസറമാർ സഹാബിമാർ പെട്ടുപോയ ചെന്നിട്ട് ഇങ്ങനെ തഹ്മീദുകൾ അല്ലാഹു സ്തുതിച്ചോണ്ട് ആ നബിയുടെ പേര് സ്വലാത്തും സലാമും ചണ്ട സമയത്തിൽ ഫഇദാ ജാഅ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സദസ്സിലെ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് കടന്നു വന്നത്. തങ്ങൾ ഇത് കണ്ടിട്ടാവുമ്പോൾ അല്ലാഹു സന്തോഷിച്ച് തങ്ങൾ ചെന്ന് ഹല്ലത്ത് ലക്കും ഷഫാഅത്തി, നാളെ ആർക്കും ഇല്ലാത്തതായ വലിയ ഒരു പവർ, അതാണ് ഹബീബായ തങ്ങളുടെ മഹത്വം. കൂടെ എത്രയേ ചെന്നെങ്കിൽ തീരാൻ. ബഹുമാനപ്പെട്ട ഇമാം അലാ ഹസ്രത്ത് ചണ്ടകത്തെ വലിയ മഹാൻ മുജദ്ദിദേ മില്ല ചെന്നിട്ട് അറിയപ്പെട്ട ഭാരത കണ്ട വലിയ ശ്രേഷ്ഠ വിദ്വാംസ മഹാന്റെ ഉറൂസ് കഴിഞ്ഞ സഫർദിങ്ങളിൽ ബറേലി ഷരീഫിൽ നടന്നിട്ട് മഹാൻ ചെന്നതായ ഒരു ജനകാണ്ട് ബസ് ഇത്നാ സബബ് ഹേ ഇൻഖാദേ മഹ്ശർ കാകെ ഉൻകി ഷാനെ ദിഖായി ജാനെ വാലേ ഹേ. മഹ്ശറാന്റെ മൈതാനത്തിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചിട്ട് ഈ ലോകത്തെ അന്ത്യത്തോട് കണ്ടതായ എല്ലാ സൃഷ്ടിജാലത്തെ അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടാച്ചത് നമുക്കെല്ലാവർക്കും ഞങ്ങളുടെ അഖീദയാണ്, വിശ്വാസമാണ്. എന്തിനാണ് ഇത്രയും ആൾമാരെ ഈ മഹ്ശറാന്റെ മൈതാനത്തിൽ അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടത്? ഞങ്ങളെ നല്ലതും വെടക്കുമെല്ലാം തീരുമാനിക്കുന്ന ഒരു സമയ സന്ദർഭമാണ്. പക്ഷേ അതിനെക്കാട്ടി ഏറ്റവും വലിയ ഒരു കാര്യം മഹ്ശറ മൈതാനത്തിൽ നിങ്ങൾ കാണുന്നുണ്ട്. ആ മഹ്ശറ മൈതാനത്തിൽ നിങ്ങൾ കാണുക വേണമായിട്ടാണ് ബസ് ഇത്നാ സബബ് ഹേ ഇൻഖാദേ മഹ്ശർ കൈകി. മഹ്ശറയുടെ ആ വലിയൊരു സമ്മേളന, വലിയൊരു ഗ്യാദറിംഗ് ഉണ്ടാകുള്ള കാരണം ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ മഹത്വം എത്രയുണ്ട് നാളത്തെ നാളെ കാണുവാറുണ്ട്. ബഹുമാനപ്പെട്ട പിന്നെ അലാ ഹസ്രത്ത് പിന്നെ ചെണ്ടതായ ഗ്രഹങ്ങൾ നമുക്ക് വായിക്കുക സാധ്യമാവും. അല്ലാഹു ആ മജ്ലിസിൽ നമുക്ക് കൂടും, അവിടുത്തെ ശഫാഅത്തിൽ ഒരുമിച്ച് കൂടും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇങ്ങനെ നബി തങ്ങളുടെ മദ്ഹ് പാഠ മജ്ലിസിൽ കൂടിയപ്പോൾ നബി തങ്ങൾ ആ സദസ്സിൽ വന്ന് ചെന്ന് ഹല്ലത്തു ലക്കും ശഫാഅത്തി, എന്റെ ശഫാഅത്ത് നിങ്ങൾക്ക് കഠിനമായി വൈത്ത് ഖണ്ഡിതമായി നിങ്ങളെ കൈവിടാനാണ് ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരുപാട് ഹദീസുകൾ അബൂ ദർദാ റളിയല്ലാഹു അൻഹു ചണ്ട് ഒരു നാൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നുകൊണ്ട് പോയോണ്ട് പോണ്ട സമയത്തിൽ അൻസ്വാരികാരനായ മദീനത്തെ സ്വഹാബിയായ ആമിറുൽ അൻസ്വാരി ചണ്ട മഹാന്റെ ഔത്ര സൈദിൽ കൂടി ഇങ്ങനെ നടന്നു പോണ്ട സമയത്തിൽ ആമിറുൽ അൻസ്വാരി വകാന യുഅല്ലിമു ഖായ വിലാദതിഹി അലൈഹി സ്വലാത്തു വസ്സലാം ലിഅബ്നായിഹി. ആമിറുൽ അൻസ്വാരി അയാളെ ഔത്ര മക്ക കുട്ടികളെല്ലാം സേർപാടിയിട്ട് നബി തങ്ങളുടെ ജനന സമയത്തിൽ നടന്നതായ അത്ഭുതങ്ങളെ, നബി തങ്ങളുടെ ശമായിലുകൾ, നബി തങ്ങളുടെ ബാഹ്യമത്വ ആന്തരിക സൗന്ദര്യങ്ങൾ, നബി തങ്ങളുടെ മഹത്വങ്ങൾ, മദ്ഹുകൾ ഇങ്ങനെ ചെന്ന് പഠിപ്പാടിയോർക്കൊണ്ടു അയാളെ കുടുംബക്കാരുള്ള. എന്നിട്ട് അയാൾ ചെന്നുകൊണ്ടു ഹാദല്ലോ ആ സംഭവം മക്കളെ റബീഉൽ അവ്വൽ 12 ഇണ്ടാണ് ഈ സംഭവങ്ങളെല്ലാം നടന്നേട്ട് ആമിറുൽ അൻസ്വാരി നബി തങ്ങളുടെ മദ്ഹുകൾ ചെന്നോട്ടിക്കുന്ന സമയത്തിൽ ആ ഔത്തറെ സൈഡിൽ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു പോയിട്ട് നബി തങ്ങൾ ആ ഔത്തറുള്ള അഹ്ലുകാരെ ചിന്തിച്ചത് ഇന്നല്ലാഹ ഫതഹ ലക അബ്വാബർ റഹ്മ, അല്ലാഹു തആല നിനക്ക് റഹ്മത്തിന്റെ എല്ലാ ഡോറുകൾ നിനക്ക് ഓപ്പൺ ആക്കി തണ്ട. വൽ മലായികതു കുല്ലുഹും യസ്തഗ്ഫിറൂന ലക, മലക്കുമാരെല്ലാം നിനക്ക് വേണമായിട്ട് പ്രായശ്ചിത്ത, നിനക്ക് വേണമായിട്ട് ഇസ്തിഗ്ഫാർ പാപമോചനത്തിനുള്ള മൻ ഫഅല ഫഅലക നജാതക. ആരെങ്കിലും ഇതുപോലുള്ള
ഏർപ്പാടുകൾ ഹബീബായ തങ്ങളെ ജന്മദിനം ആഘോഷിക്കപ്പെട്ടിട്ട് ആ ഹബീബായ തങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അയ്യുൽ ഇസ്ലാമി ഖൈർ നബിയെ ഇസ്ലാമിലെ ഏറ്റവും നല്ല വഴി എന്തേ ഇത്ആമു തആം പാവങ്ങളെ പട്ടിണി ആ പട്ടിണി ഇല്ലാമാറാക്കണേ പാവങ്ങൾക്ക് നല്ല ഫുഡുകൾ കൊടുക്കണേ അതാണ് ഏറ്റവും വലിയ ഖൈർ ഇങ്ങനത്തെ ഖൈറായ പണി ആരെ എടുക്കടാ ഓ ആമിർ നിങ്ങൾ മാത്രം സലാമത്താവൂടല്ല നജാതക നിങ്ങളെപ്പോലെ ആരെല്ലാം ഖിയാമത്ത് നാൾതോറ് വരുമ്പോ ആരെല്ലാം ഈ ഏർപ്പാടുകൾ മാറ്റടാ അങ്ങ് എല്ലാവരും സലാമത്താവൂടാണ് ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സൂറത്തു തൗബയുടെ 99ാമത്തെ വിരൽ ഇന്ന തന്റെ സ്വലാത്ത് മജ്ലിസിൽ ജന്നത്തിന്ന മുഅ്മിനീന ഒരു വിഭാഗം മുഅ്മിനീന അല്ലാഹു അചഞ്ചലമായ വിശ്വാസം വെച്ചാൽ ഖിയാമത്ത് നാൾ സംഭവിക്കരുത് അത് നടക്കുമെന്നുകൊണ്ട് അചഞ്ചലമായ വിശ്വാസമുണ്ട് മാത്രമല്ല അല്ലാഹുവിന്റെ വിഷയത്തിൽ കേട്ടപ്പോ അത് ധാരാളമായിട്ട് ചെലവാക്കടാ വസലവാത്തുർ റസൂൽ റസൂലിന്റെ തൃപ്തി കിട്ടണോ റസൂൽ കുസിപ്പെടണോ ചെന്നിട്ട് ഒരുപാട് ചെലവാക്കട ആളുക അല്ലാഹു തആല ചെണ്ട അലാ മനസ്സിലാക്കുന്നു നിങ്ങൾ ഇന്നഹാ ഖുർബത്തുൽ ലഹും ഈ മുഅ്മിനീങ്ങളെ ഹാല് ഇതൊരു ആരാധന ഭാഗമായിട്ടിട്ട് ഇതൊരു ഇബാദത്തിന്റെ ഭാഗമായിട്ടിട്ട് സയ്യിദുഹുലുഹുല്ലാഹു ഫീ റഹ്മതിഹി ഈ ഇബാദത്തിൽ ഈ ആരാധന എടുത്തതിന്റെ പേരിൽ റസൂലിന്റെ വിഷയത്തിൽ കുസിപ്പെട്ടതിന്റെ പേരിൽ റസൂലിന്റെ വിഷയത്തിൽ ചെലവാക്കിയതിന്റെ പേരിൽ അല്ലാഹു തആല അവന്റെ നിയമത്തിന്റെ വീടായ സ്വർഗ്ഗത്തിൽ അല്ലാഹു തആല പ്രവേശാതി അല്ലാഹു തആല കൊടുക്കുക ഇനി അത് ദോഷികാരെങ്കിലും കണ്ടെങ്കിലും ഇനി അത് ദോഷ ആജ്ഞകാട്ടെങ്കിലും ഇന്നല്ലാഹ ഗഫൂറുർ റഹീം അല്ലാഹു തആല വലിയ കാരുണ്യവന്തനാണ് വലിയ കിർഫത്തേശമാനാണ് ഒരുപാട് തഖ്വ മാഫ് കൊടുക്കുന്ന ആളാണ് എന്ന് സൂറത്തു തൗബത്തെ 99ാമത്തെ ആയത്ത് വിശദീകരിച്ചിട്ട് ഒരുപാട് ഡസൻ കണക്കിന് മുഹദ്ദിസീങ്ങൾ പഠിപ്പാട്ടിയതായിട്ട് കാണുന്നു അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തും അതുപോലെ അതിൽ പിന്നെ വന്നത്തെ താബിഈന തബഉ താബിഈന തുടങ്ങിയ ഒരുപാട് മഹാന്മാർ ഏകദേശം 33 ചില്ലറ മഹാന്മാർ കഴിഞ്ഞ 200ാമത്തെ നൂറ്റാണ്ടിലും 100 ചില്ലറ നൂറ്റാണ്ടുകളിൽ ഹിജ്റ നൂറ്റാണ്ടിൽ ജീവിച്ച മഹാന്മാർ അങ്ങനെ അല്ലാഹു റസൂലിനെ കൊണ്ടാടിയത് അതുക്ക് വേണമായിട്ട് മജ്ലിസ് ഉണ്ടാക്കിയത് അതുക്ക് വേണമായിട്ട് പാവങ്ങളെ വിളിച്ചത് അതുക്ക് വേണമായിട്ട് ചെലവാക്കിയത് ധാരാളം ചരിത്രങ്ങൾ ചൊല്ലുന്നുണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ വർഷത്തെ കാട്ടി ഈ വർഷം അൽഹംദുലില്ലാഹ് നല്ല ഉഷാറോടെ ഗ്രാൻഡായ നിലയ്ക്ക് നമുക്ക് ഹബീബായ തങ്ങളെ കൊണ്ടാടും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ ഞങ്ങളെ കൊണ്ട് എന്താവും അത് ഹബീബിന്റെ തൃപ്തിക്ക് വേണമായിട്ട് നിങ്ങൾ ചെലവാക്കൂ റബ്ബു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ ഖബറിലെത്തും വിധാനമാണ് കേൾക്കുമ്പോൾ ഇത് നമ്മുടെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളാണ് ചെന്നിട്ട് സന്തോഷത്തിലെ ഹബീബിയുടെ എതിർന്നു നമുക്ക് പുഞ്ചിരിക്കും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ അർഹമുർ റഹീമായ റബ്ബ് ഹബീബായ തങ്ങളെ ബർക്കത്ത് കൊണ്ട് ആ ഹബീബിയുടെ ബർക്കത്ത് അല്ലാഹു എല്ലാ പ്രയാസങ്ങളും എല്ലാ പ്രോബ്ലങ്ങളും അല്ലാഹു തആല സുലഭമാക്കി തരുമാറാകട്ടെ ഒരു സഹോദരൻ നമ്മുടെ ജമാഅത്തിൽപ്പെട്ട ഒരു സഹോദരൻ നിരന്തരമായിട്ട് ഒരുപാട് നാളുകളായിട്ട് ഹോസ്പിറ്റലിൽ മൗത്തും നിരന്തരം പോയോട്ടും വന്നോട്ടും ഒരുപാട് സമസ്യകൾ ആരോഗ്യമായിട്ട് അല്ലാഹു അയാൾക്ക് ആമിലായ ആജിലായ പൂർണ്ണമായ ശിഫ അല്ലാഹു തആല കൊടുക്കുമാറാകട്ടെ അഞ്ച് റബീഉൽ അവ്വൽ ഞങ്ങൾക്ക് ഇന്ന് ഒരുപാട് ആത്മാർ ഉമ്മമാർ പെങ്ങന്മാർ സഹോദരന്മാർ മരണപ്പെട്ടുപോയ അല്ലാഹുവേ നീ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാഹ് അവരുടെ ഖബറുകൾ നീ സന്തോഷമാക്കണേ അല്ലാഹ് അഞ്ച് റബീഉൽ അവ്വൽ ഒരുപാട് മുഅ്മിനീനെ സഹകാരാക്കി സഹായിച്ച അല്ലാഹ് അവരുടെ സഹായത്തിന് പ്രതിഫലമായി അൻക ഹബീബുടെ ശഫാഅത്തിൽ അൻകും ഒരുമിച്ച് കൊടുക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ് ആമീൻ റഹ്മത്തുക യാ റബ്ബൽ ആലമീൻ اللهم صل على النبي المصطفى حبيب الله سيدنا محمد النبي الأمي وعلى آله وصحبه وسلم اللهم صل على النبي المصطفى حبيب الله سيدنا محمد النبي الأمي وعلى آله وصحبه وسلم اللهم صل على النبي المصطفى حبيب الله سيدنا محمد النبي الأمي وعلى آله وصحبه وسلم اللهم صل على النبي المصطفى حبيب الله سيدنا محمد النبي الأمي وعلى آله وصحبه وسلم اللهم صل على النبي المصطفى حبيب الله سيدنا محمد النبي الأمي وعلى آله وصحبه وسلم اللهم صل على النبي المصطفى حبيب الله سيدنا محمد النبي الأمي وعلى آله وصحبه وسلم اللهم صل على النبي المصطفى حبيب الله سيدنا محمد النبي الأمي وعلى آله وصحبه وسلم اللهم صل على النبي المصطفى حبيب الله سيدنا محمد النبي الأمي وعلى آله وصحبه وسلم اللهم صل على النبي المصطفى
حبيب الله سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على النبي المصطفى حبيب الله سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. نسألك يا ربنا يا الله يا الله يا الله الأمان الأمان من زوال الإيمان من شر الشيطان ومن ظلم سلطان يا قديم الإحسان يا دائم المعروف يا هادي المضلين إياك نعبد وإياك نستعين. نسألك يا ربنا يا الله يا الله يا الله الأمان الأمان من زوال الإيمان